അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രാവിലെ തന്നെ കൈമാറാനുള്ള സന്ദേശം. അള്ളാഹു നമ്മെ എന്തിനു പടച്ചു? അള്ളാഹു എന്തിനാണ് നമ്മെ പടച്ചത്? അത് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും അതുപോലെ തന്നെ ജിന്ന് വർഗത്തെയും അള്ളാഹു സൃഷ്ടിച്ചത് അവനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാവും, എന്തിനാ പത്ര ഇടങ്ങാറായി നമ്മളെ കൊണ്ട് ഇബാദത്ത് എടുപ്പിച്ചതെന്നൊക്കെ. അത് വെറുതെ പറയണതല്ല, നമ്മളോട് ഇബാദത്ത് എടുക്കാൻ വെറുതെ പറഞ്ഞതല്ല, നമുക്ക് അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി പറയണം. കാരണം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചിലപ്പോൾ നമ്മൾ ചോദിക്കും. അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക പറഞ്ഞാൽ അള്ളാഹു വെറുതെ നമ്മുടെ ഇബാദത്ത് എടുക്കാൻ പറഞ്ഞിട്ടില്ല. വെറുതെ നമ്മോട് അള്ളാഹു ഇബാദത്ത് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു നമുക്ക് ഏർപ്പെടുത്തി തന്നതിന് ശേഷം നിങ്ങൾ ഉറുക്കശങ്ങ ഓർത്തോളി എന്നാണ് പറഞ്ഞത്. ഖലഖലക്കും മാഫിൽ അർളി ജമീയ, ഈ ഭൂമിയിലുള്ള മുഴുവനും അള്ളാഹു മനുഷ്യന് വേണ്ടി സംവിധാനിച്ച് സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അള്ളാഹു പറയണത്, ഇനി നമുക്ക് എന്ത് ചെയ്തോളി, നിങ്ങൾ ഇബാദത്ത് എടുത്തോളി, നിങ്ങൾ നന്ദി പ്രകടിപ്പിച്ചോളി എന്ന് അള്ളാഹു പറയുന്നത്. പക്ഷേ ഇന്ന് മനുഷ്യൻ നന്ദി പ്രകടിപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇനി നമ്മൾ തീരുമാനിക്കുക, അള്ളാഹു ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി ലോകത്തിലെ മുഴുവൻ സൗകര്യങ്ങളും അള്ളാഹു ഏർപ്പെടുത്തി പടച്ച് തന്നിട്ട് അള്ളാഹുവിനേക്ക് ഇബാദത്ത് എടുക്കണോ എടുക്കണ്ടേ, നന്ദി പ്രകടിപ്പിക്കണോ പ്രകടിപ്പിക്കണ്ടേ എന്നുള്ളത് നാം ചിന്തിക്കുക. അള്ളാഹു നല്ലത് മനസ്സിലാക്കാനും നല്ലത് പ്രവർത്തിക്കാനും അള്ളാഹു റബ്ബുൽ ഇസ്സ തൗഫീഖ് ചെയ്യട്ടെ.